എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. എന്നെ കാത്തോണേ. ഹാവൂ, ഭൂമിയിലെത്തി. എക്സ്ക്യൂസ് മീ, ഒരു ജോബ് ഓഫർ ആയിട്ട് വന്നതാ. What did you say? അയ്യോ, മലയാളിയല്ല അല്ലേ? I mean, I'm come from India and I had a job offer from here. What's your name, sir? Jeevan Raj. Sir, just 1 minute. Yeah, okay. Sir, please go to the boss cabin. Yeah, okay. Mr. Jeevan, you can come to work from tomorrow. Okay, thank you, sir. ഹാവൂ, അങ്ങനെ അത് സെറ്റായി. ഹലോ അമ്മ, പറഞ്ഞേ. അമ്മ, എനിക്കിപ്പോഴാണ് ഫോണൊന്നും ശരിയായി കിട്ടിയത്. ഇല്ല, ഞാനിവിടെ ഓക്കെയാണ്. ഇല്ല, കഴിക്കണം. അതെ, ഞാൻ കൂടെ ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് തോന്നിയ കാണിക്കാന്ന് വിചാരിക്കരുത്. ഇനി ഊട്ടിത്തരാൻ അമ്മ കൂടെ ഉണ്ടാവില്ല. അതെനിക്കറിയാം. മര്യാദയ്ക്ക് ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. എനിക്കറിയാം നിന്റെ കഴിപ്പൊക്കെ എങ്ങനെയാണ്. നീ പോയതുകൊണ്ട് വീട് ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. നിന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചത് എന്തുകൊണ്ട് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ ഒക്കെയാണ്. അപ്പോൾ നിന്നെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോണം. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടമ്മ. ഓർമ്മയുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ നോക്കിക്കോളാം അമ്മ. എന്നാ നീ ഫ്രഷ് ആയിട്ടൊക്കെ എന്നെ വിളിക്കുക. ചാച്ചൻ അവിടെ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. മലയാള പാട്ടോ? അപ്പോ അത് മലയാളി ആയിരിക്കില്ലേ? ഹലോ ചേട്ടാ, ചേട്ടാ മലയാളിയാ? അല്ല, ഞാൻ വിചാരിച്ചു മലയാളി ആയിരിക്കുന്നു. എടോ, താനെന്നെ പൊട്ടനാക്കുക. മലയാളം? ഓ, എന്തായാലും ഇവിടെ വന്നിട്ടൊരു മലയാളിയെ കണ്ടത് വലിയ ഉപകാരമാണ്. അതെ അതെ. ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാ. എനിക്കങ്ങനെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു റൂം എടുത്ത് തരാൻ പറ്റുമോ? അത് ശരി. എടാ, ഇവിടെ അങ്ങനെ റൂം കിട്ടാനൊക്കെ ഭയങ്കര പാടാ. അയ്യോ, അപ്പം ഞാനെന്ത് ചെയ്യും? എന്നോടാണോ ചോദിക്കണേ? ചേട്ടൻ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്ത്? റൂം എടുക്കാൻ. കുരിശാവോ കർത്താവേ? ചേട്ടാ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ. ശരി, വാ കേറ്. താങ്ക് യു ചേട്ടാ. അതെ, താൻ എന്നെ ചേട്ടാ ചേട്ടാ വിളിക്കണമെന്നില്ല. എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. ഓ സോറി ചേട്ടാ. ആ, അല്ല, എന്നാ പേരെന്താ? സിദ്ധാർത്ഥ്. ഓ, ഭയങ്കര വെയിറ്റ് ഉള്ള പേരല്ലോ. ഞാൻ ജീവൻ. ജീവൻ എന്ന് വിളിച്ചോ. അപ്പോ സിദ്ധാർത്ഥ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിവിടെ 4-5 വർഷമായി. ഓ, അപ്പോ ഇവിടെയുള്ള എല്ലാ കാര്യം തന്നെ അറിയത്തില്ലേ? ഞാനിന്ന് മോർണിംഗ് ആണ് ഇവിടെ വന്നത്. ഒരു മലയാളിയെ കണ്ടുകിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ്റെ ആ പാട്ട് കേട്ടത്. സോറി സിന്ധു. സിദ്ധു,
എനിക്ക് ഇത്ര വലിയ വീടൊന്നും വേണ്ടായിരുന്നു. അല്ല, കുഴപ്പമില്ല, എനിക്ക് ഇത്ര വലിയ വീടാ ഇഷ്ടം. ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണോ? അല്ല, കുറച്ചുപേരെ പുറത്തുനിന്ന് ഇറക്കാം. ഓ വേണ്ട. ഇതാ അതാ തന്റെ റൂം, പോയി ഫ്രഷ് ആയിക്കൂ. ഓ ആയിക്കോട്ടെ. ഇത് കുക്ക് ചെയ്യോ? പിന്നെ പട്ടിണിയോടൊന്നും ചാവാതിരിക്കണ്ടേ? ഓ അപ്പൊ താനും ഇവിടെ താമസിക്കുന്ന ഒരാളാണോ? മിസ്റ്റർ ജീവ, ഇത് എന്റെ വീടാണ്. ഓ മൈ ഗോഡ്, താനിവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഉം. അല്ല, എന്നാലും ഒറ്റയ്ക്ക് താമസിക്കുമ്പോ ഒരു മുഷിപ്പൊക്കെ ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ കേട്ടോ. എന്തായാലും താനിവിടെ ഉണ്ടായിരുന്നത് നന്നായി. എന്താ സിദ്ധു, തന്റെ മസിൽ ഇതുവരെ വിടാറായില്ലേ? താനിവിടെ എന്തിനു വന്നതാ? എനിക്കിവിടുത്തെ രാഖി ഡിസൈനിങ് കമ്പനിയിൽ ഒരു ജോബ് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വന്നതാ. ഓ, രാഖി ഡിസൈനിങ് കമ്പനിയിലോ? ആ അതെ. അപ്പം എന്നതോട്ടാ ജോയിൻ? നാളെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ താങ്ക് യു. ഓ അത് വലിയ ഉപകാരമായി. ഇല്ലേ ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തിപ്പെട്ടേനെ. ഉം. അപ്പൊ ശരി സിദ്ധു. ഫസ്റ്റ് ഡേ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അല്ല അപ്പൊ ഈവനിങ്? അതൊക്കെ വന്നോളൂ. Yeah, Jiran, I think you understand everything. If you have any doubts, Siddha will help you. താങ്ക് യു സർ. Yeah, carry on. ഈയടോ, താൻ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ആ അതെ. എന്നിട്ടെന്താ ഇത് ആദ്യമേ പറയാതെ? അപ്പോ അതിനൊരു ത്രില്ല് ഉണ്ടാവില്ലായിരുന്നു. ഓ അങ്ങാരുടെ ഒരു ത്രില്ല്. Hey Jiva, just have a fun. വാ. എടാ, ജാക്സൺ ആണ് എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞത്. അപ്പോഴാണ് ഞാനും അറിയണേ. ഇതാണ് എനിക്ക് ഈ കമ്പനിയിലെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ അത് തൊട്ട് മുന്നേ ആയിരിക്കും പറയണേ. ശരി, വേഗം വിട്. ഓ, ഇതൊക്കെ എവിടെന്ന രാവിലെ തന്നെ കുറ്റിയും പറിച്ച്. എടി കൊച്ചെ, നിന്റെ മുഖത്ത് രണ്ട് ഉണ്ട കണ്ടില്ലേ? അത് എന്തോത്തിന് വെച്ചേക്കണേ? ഓ അപ്പൊ തന്റെയോ? ജെസി വേണ്ട, ഉറക്കാൻ നിൽക്കണ്ട. പിന്നെ അയാൾ എന്തായി പറയണേ? ഈ പെങ്കൊച്ചിനെ ഇന്ന് ഞാൻ സിധു, രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, എന്റെ പെയിന്റും പോയി. തന്റെ പെയിന്റ് അല്ലേ പോയുള്ളൂ. തനിക്ക് എത്രയാ വേണ്ടേ? ദേ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാണല്ലോ. നിന്റെ പിച്ച കാശ് പട്ടിക്കിട്ടു. പിന്നെ എന്തിനാ താനിക്ക് കിടന്ന് ചിലക്കണേ? വണ്ടി എടുത്തോണ്ട് പൊക്കൂടെ? ജെസി മിണ്ടാതിരി. നീ വിട്ടാതിരിയാതെ. ഓ ജീവ, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റ് ചാടിപ്പോയി ഇന്നലെ നമ്മൾ ന്യൂസിൽ കണ്ടില്ലേ? അത് ഇതാന്നാ തോന്നണേ. മെന്റൽ തന്റെ അതാ തനിക്ക് പെയിന്റ് പോയെങ്കിൽ ഞാൻ ക്യാഷ് തരാം. എനിക്കും വേണ്ട അതിന്റെ ക്യാഷ്. വണ്ടി എടുത്ത് മാറ്റി, എനിക്ക് വേഗം പോകണം. അയാളുടെ ഒരു വണ്ടി. സിധു ആണ്, നമുക്ക് പോവാം. ഇപ്പോഴേ ലേറ്റ് ആണ്. സോറി. പിന്നെ നീ എതിരാ ഉറക്ക സൂര്യനാ നിൽക്കണേ? പിന്നെ ഒന്നും മിണ്ടാതിരുത്, ഇനി അടുത്ത ഇടങ്ങോട്ട് കിട്ടും. ഓ അയാൾ ആരാന്ന് അയാളുടെ വിചാരം? അറിയാതെ വന്നിടിച്ചതല്ലേ? അറിയാതെ. അങ്ങനെയല്ല, എന്നാലും അങ്ങനെ വിചാരിച്ചൂടെ? പിന്നെ അതെ, ഒന്ന് പോകാമോ?
ഇവന്റ് കഴിഞ്ഞുകൊണ്ട് ഇനി 2-3 ദിവസത്തേക്ക് ഓഫീസിന്റെ പരിസരത്ത് പോകണ്ട. നീ യൂക്കെ ചുറ്റി കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഈ 3 ദിവസം അടിച്ചു പൊളിക്കണം. അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പൊ പെരുവഴിയാകൂലേ? നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ആലോചിക്കാം. ജെസി, ദേ അങ്ങോട്ടേക്ക് നോക്കിയേ. ഇന്നലെ നമ്മൾ അവരുമായിട്ടല്ലേ ഒന്ന് ഉടക്കിയത്? ഓ അതെ. എനിക്കറിയാവുന്ന കുറച്ച് മനുഷ്യത്വമുള്ള പയ്യന്മാര് അവരാ. നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിച്ചാലോ? അവന്മാരോ? ഇന്നലെ എന്താ ഉണ്ടായെന്നറിയാലോ? ആ ഗൊറിലയുടെ മോന്ത കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നു. ജെസി, വേറെ വഴിയില്ല. ഇന്ന് ഈവനിങ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടും. ഓ, ഇന്നലെ ഏത് സമയത്താണോ ചായ കുടിക്കാൻ തോന്നിയത്? ചായ കുടിക്കാൻ തോന്നിയത് കുഴപ്പമില്ല, പക്ഷെ കുടിക്കാൻ തോന്നിയ സമയമാണ് അവിടെ പ്രശ്നം. അത് പിന്നെ നൈറ്റ് ഒരു ചായയൊക്കെ കുടിക്കുന്നതിലേ ഒരു ഒരു പ്രത്യേക സുഖ. അസുഖത്തിൻ്റെ ഇപ്പോൾ കിട്ടിയില്ലേ? ഓ, നീ വാ, നമുക്കൊരു ഹെൽപ്പ് ചോദിച്ചു നോക്കാം. ഞാൻ വരില്ല. ആ ഗൊറിലയുടെ മോന്ത കണ്ടാലേ എനിക്ക് ദേഷ്യം വരും. ഓ, ശരി, ഇവിടെ ഇരിക്ക്, ഞാൻ പോവാം. അതെ ചേട്ടാ. യെസ്. ഹായ്, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ? ചേട്ടാ, ഞങ്ങളിപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിലാ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോ? പ്രശ്നോ? ഞങ്ങളാ? അല്ല, എന്താ പ്രശ്നം? ആക്ച്വലി ഞങ്ങളിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഒരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ എന്തായാലും നടക്കില്ല. ഹോസ്റ്റലിൽ ചാടി. അത് ശരി. അത് വാർഡൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്ന് ഇന്ന് 6 മണിക്കുള്ളിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ എങ്ങോട്ടാ പോകണ്ടേന്നറിയില്ല. ഇതിലിപ്പോ ഞങ്ങളെന്താ ചെയ്യണ്ടേ? ചേട്ടൻ അറിയാമെങ്കിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് തരാമോ? റൂമാ? എന്റെ പൊന്നു ചേക്ക്, ഇവിടെ റൂമൊക്കെ കിട്ടാൻ കുറച്ച് പാടാ. ചേട്ടാ പ്ലീസ്, ഞങ്ങൾക്കറിയാവുന്ന ആകെയുള്ളൊരു മലയാളികള് അത് നിങ്ങളാ. കൈവിടല്ലേ? ദൈവമേ, ഒരു റൂം എടുത്ത് കൊടുത്തതിനാണ് പുരുഷന്റെ തലയിരിക്കണം. ഇനിയിപ്പോ ഇതും കൂടെ ആവോ? ചേട്ടാ, എന്താ ആലോചിക്കണേ? അല്ല, ഒന്നുമില്ല. താൻ ഒറ്റയ്ക്കുള്ളോ? അല്ല, ജെസി ഉണ്ട്. ജെസ്സിയോ? ജെസി, ഇങ്ങോട്ടേക്ക് വാ. ഓ, ഇവളും ഉണ്ടാ? ചേട്ടാ, അവളൊരു പാവ. പിന്നെ ഇന്നലെ പെട്ടെന്ന് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്നും പാനിക്കായി. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. വക്കാലത്ത് വിളിക്കാൻ വരട്ടെ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചു, എത്ര വേണേലും ആലോചിച്ചു. പക്ഷെ നോ പറയരുത്. നീ ഇങ്ങ് വന്നേ. അതെ, ഇതുപോലൊരു കേസ് കുറച്ചു ദിവസം മുന്നേ എനിക്ക് വന്നായിരുന്നു. അയാൾക്ക് റൂം എടുത്ത് കൊടുത്ത് ഇപ്പൊ അയാൾ എന്നെ പെടലിക്കായി. നീ എന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അത് ഇതുവരെ മനസ്സിലായില്ലേ? അത് പോട്ടെ, ഇതുങ്ങളിപ്പോ എന്നാ ചെയ്യും? റൂമ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നിന്റെ കുഞ്ഞമ്മയുടെ മക്കളാലോ. പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും അവിടെ കയറി താമസിക്കുക എന്ത് സത്രോ? അല്ല, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. അയ്യോ, ഒരു കാര്യം ചെയ്യാം. നമുക്ക്
ഇതുവഴി പോയി അങ്ങ് ഓടിയാലോ? എത്ര നാളോടും? പെടലിക്കായോ കർത്താവേ. ആയി, നീ തന്നെയല്ലേ പറഞ്ഞേ നോക്കാന്ന്? ആ നോക്കാന്ന് പറഞ്ഞ പിന്നെ ആലോചിക്കണമെന്ന് പറഞ്ഞാ എന്തായാലും അവര് പോസിറ്റീവായിട്ട് എടുക്കും. അയ്യോ. എന്തായാലും മുകളിലത്തെ റൂം ഫ്രീ അല്ലേ? ബട്ട് വൺ കണ്ടീഷൻ. അതെ, അവിടെ നിൽക്കണ ചിമ്പാൻസിയില്ലേ, അവളെ എൻ്റെ അടുത്ത് സോറി പറയണം. സോറിയാ? അതെ, എന്താ? എന്നാ അതുങ്ങള് നമ്മുടെ കൂടെ വരുമെന്ന് തോന്നണില്ല. വേണ്ട, അത് പറയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. ശരി, റൂമൊക്കെ ഒപ്പിച്ചു തരാം. ബട്ട് വൺ കണ്ടീഷൻ. എന്താ? ഇവൾ എന്നോട് സോറി പറയണം. സോറിയാ? ആ അതെ. സോറി ഒന്നും പറ്റത്തില്ല. എന്നാ റൂമും പറ്റത്തില്ല. സോറി അല്ലേ, പറയ. എന്താടി നോക്കി നിൽക്കുന്ന, പറയ. വലിയ പേര് വഴിയാകും. അതെ, ഒത്തിരി നിർബന്ധിക്കണ്ട. പറ്റത്തില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയിക്കോ. സോറി. സോറി. സോറി പറഞ്ഞടോ. മുകളിലാണ് റൂം. പിന്നെ നിങ്ങളിവിടെ തനിച്ചല്ല താമസിക്കുന്ന, 2 പയ്യന്മാരുണ്ടാവും. 2 പയ്യന്മാരോ? ആ അതെ. ആ അതാരാ? ഞങ്ങള് തന്നെ. നിങ്ങളോ? ആ എന്താ? അപ്പം ഇത് നിങ്ങളുടെ വീടാണോ? പിന്നല്ലാതെ. അന്നാ പണി കിട്ടിയോ? അതെ, ഞങ്ങള് ഉപദ്രവകാരികളൊന്നുമല്ല, പേടിക്കണ്ട. അല്ല, നിങ്ങളുടെ പേരെന്തെന്നായിരുന്നു പറഞ്ഞേ? ഞാൻ ജെസി. അന്ന. അന്ന, നല്ല പേരാണ്. താങ്ക് യു. സിധു, ഇന്ന് നൈറ്റ് നമുക്ക് കോഴിക്കറി വെക്കാല്ലേ? മറ്റേ കോഴിക്കറി വെക്കാലോ. ഗുഡ് മോർണിംഗ് സിദ്ധു. യാ വെരി ഗുഡ് മോർണിംഗ്. താനാണോ ഇവിടെ എന്നും കുക്ക് ചെയ്യാറ്? അങ്ങനെയൊന്നുമില്ല, ജീവൻ കൂടും. പിന്നെ ഇപ്പോ അവന്റെ വർക്കൗട്ട് സമയം, അതുകൊണ്ട് അവൻ പുറത്താ. താൻ വർക്കൗട്ട് ചെയ്യാറില്ലേ? എന്തിന്? ഓൾറെഡി എന്റെ ഒരു ജിം ബോഡിയാണ്. ഇനിയിപ്പോ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. താൻ കൊള്ളാലോ. എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യാം. താനിവിടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ മാത്രം മതി. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കോളാം. ഇതിപ്പോ തന്നെ കഴിയും. ഹേയ്, ഗുഡ് മോർണിംഗ് ജെസി. ഗുഡ് മോർണിംഗ്. താൻ എന്നും വർക്കൗട്ട് ചെയ്യോ? ആ, എന്തേ? അല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. താൻ വർക്കൗട്ട് ചെയ്തോ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇല്ല, കഴിഞ്ഞു. ജീവ, അത് പട്ടിയല്ലേ? അതെ. അതിങ്ങോട്ടേക്കല്ലേ വരുന്നേ? ആ അതെ. എന്താ പേടിയാണോ ജെസി? സിധു, അതെന്താ സൗണ്ട് കേട്ടെ? അറിയില്ല, പോയി നോക്കാം. ജെസി, എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. ഓ, എന്താ ഇപ്പൊ ഉണ്ടായേ? നീ ഇപ്പൊ ഇതിനാ ഓടിയത്? അത് പുറത്തൊരു
വലിയ പട്ടി. അപ്പൊ ഇതാലേ താൻ പറഞ്ഞേ? ഓഹോ, അപ്പൊ ഇയാൾ മനഃപൂർവ്വം അഴിച്ചു വിട്ടതാണോ? തനിക്കെന്താ, ഞങ്ങളിവിടെ വന്ന് താമസിക്കുന്നത് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞിട്ട് പട്ടിയെ വിട്ട് കടിപ്പിക്കാനൊക്കെ ദിസ് ഈസ് ടു മച്ച്. അതെ പെങ്കൊച്ചെ, മര്യാദക്ക് സംസാരിക്കണം. നിന്റെ സംസാരം എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. താൻ എന്തിനാ എൻ്റെ സംസാരം ഇഷ്ടപ്പെടണേ? എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും? സിധു എന്താ, ഒന്ന് നിർത്തുവോ രണ്ടും? സിധു നീ കുക്ക് ചെയ്യല്ലായിരുന്നോ? കിച്ചണിലേക്ക് പോ. അന്ന ഒന്ന് വിളിച്ചോണ്ടോ? സിധു മതി, വാ പോകാൻ. നിങ്ങൾ ഒരിക്കലും മര്യാദക്ക് സംസാരിക്കൂല. പിന്നെ അയാളെങ്ങനെ സംസാരിക്കണേ? രണ്ടും കണക്കാ. ജീവ, ആ പട്ടി എവിടെ? അതിനെ കൂട്ടിക്കയറ്റി. ഓ, എനിക്ക് ഇപ്പോൾ ഡ്രാമ കാണണം. ഒന്ന് പോയേടി പെണ്ണെ. ഇപ്പൊ ജയഹോപ്പിന്റെ ലൈവ് ഉണ്ട്, എനിക്കത് കാണണം. ഓ, എനിക്കിപ്പോൾ ഡ്രാമ കണ്ടേ പറ്റൂ. എനിക്കിപ്പോ ലൈവ് കാണണം. പറ്റത്തില്ല. എന്ത് പറ്റത്തില്ല? എനിക്ക് ലൈവ് കാണണം. എനിക്ക് ഡ്രാമ കാണണം. അയ്യോ അമ്മ, ഇത് വീണ്ടും തുടങ്ങിയോ? എന്താ ഇവിടെ? ജീവ, എനിക്ക് ഡ്രാമ കാണണം. ജയഹോപ്പിന്റെ ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, എനിക്കത് കാണണം. ഓ, ഇവിടെ ആകെ ഒരു TV അല്ലേ ഉള്ളൂ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇവൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എന്നാ പിന്നെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തോ? എന്താ? ഓ, എനിക്കിപ്പോ ലൈവ് കണ്ടില്ലേൽ എന്താ? കുറച്ച് ചെറുക്കന്മാരുമായിട്ട് ഒരു ഡാൻസ് കളിക്കണു, പിന്നെ കൂടെ പാട്ട് പാടണം. മര്യാദക്ക് നിർത്തിക്കോ. നീ എന്നെ എന്ത് വേണേ പറഞ്ഞോ, ബട്ട് എന്റെ ജയഹോപ്പിന് വല്ലതും പറഞ്ഞോണ്ടല്ലോ, മഹാബലിയുടെ താത്തുപോലെ നീ ചവിട്ടി താത്തു. ഒന്ന് രണ്ടും കൂടെ നിർത്തുവോ? അല്ല, നിനക്കൊന്ന് ക്ലാസ്സിൽ പോകണ്ടേ? ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് സ്റ്റഡി ലീവാ. എന്നാ പോയി പഠിക്കുമോ കൊച്ചേ, TV കണ്ടിരിക്കാണ്ട്. ഞാൻ എൻ്റെ കാര്യം നോക്കാം, ഇയാള് തൻ്റെ കാര്യം നോക്കാൻ മതി. ഒന്ന് നിർത്തുവോ? നിനക്കിപ്പോ ലൈവ് കാണണം. ആ, നിനക്ക് ഡ്രാമ കാണണം. അതെ. സിധു, നീ ലൈവ് വെക്ക. അപ്പൊ എൻ്റെ ഡ്രാമ. ഓ, പടക്കാതെ പറയട്ടെ. നീ വാ, നിനക്ക് ഡ്രാമ കണ്ടാ പോരെ. എങ്ങോട്ട്? ഓ വാ, പറയാം. കഞ്ഞ നീ പോട പട്ടി. നീ ഒന്ന് പാടി പെണ്ണേ. ഇതെന്റെ ലാപ്പ, ഇതിനകത്ത് എല്ലാം കിട്ടും. നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ കണ്ടു. ഓക്കെ. TV കാണുന്ന അതേ വൈബ് ലാപ്പി കണ്ടാൽ കിട്ടില്ല. എൻ്റെ വല്ല റൂമും ആയിരിക്കണം. ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുമൊന്നുമില്ല. എന്തായാലും കൊള്ളാം. ഹേയ് ക്യൂട്ട് ജീവ, ഇത് മോശമാണോ? എന്ത് മോശം? ഫോട്ടോസ് അല്ലേ? താൻ അതും കണ്ടുപിടിച്ചോ? അല്ല, അത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അതില് ഞാനേതാന്ന് മനസ്സിലായോ? ഇതാണോ? എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി? ഇതമ്മ. കാണുമ്പോ കുറച്ച് വില്ലത്തിലൊക്കെ ഉണ്ടെങ്കിലും ആള് ഭയങ്കര പാവാണ്.
പിന്നെ ഇത് അച്ഛൻ. അച്ഛൻ എപ്പോഴും സൈലന്റ് ആയിട്ടായിരിക്കുള്ളൂ. സിബ്ലിങ്സ് ആരുമില്ലേ? ആ ഉണ്ട്, ചേച്ചിയുണ്ട്. കാട്ടിക്ക് ആ ഇത് ചേച്ചി. ഇവരൊക്കെ ഇപ്പൊ നാട്ടിലുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഓ, ജീവ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? അറിയില്ല, തീരുമാനിച്ചില്ല. ഉടനെ എന്തായാലും ഉണ്ടാവും. അമ്മ അവിടെ കിടന്ന് ഭയങ്കര വിളിയാ. അവള് പോയ പിന്നെ ഞാനങ്ങനെ ദൂരേക്കൊന്നും മാറി നിന്നിട്ടില്ല. ഇതിപ്പം ആദ്യമായിട്ടാ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പം ഒരു 9 വർഷമായി കാണും. ഓ, അത്ര ആയോ? ആ, ഏർലി മാരേജ് ആയിരുന്നു. ഓ, ലവ് മാരേജാ? യെസ്. പക്ഷേ ഞങ്ങളൊന്നും അവളുടെ കല്യാണം ഇതുവരെ കണ്ടിട്ടില്ല. ഒളിച്ചോട്ടം. ഓ, അപ്പം അത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല, എവിടെ എങ്ങനെ എന്താണെന്നൊന്നും ഒരറിവുമില്ല. വീട്ടില് സമ്മതിക്കാത്തോണ്ടാണോ? അങ്ങനെ ചോദിച്ചാ ആണെന്ന് പറയാം. അച്ഛനും അമ്മയും കുറച്ച് പഴയ ആൾക്കാരാ. അപ്പോ അവർക്ക് ഈ കാസ്റ്റൊക്കെ നോക്കിയാണ് കല്യാണം നോക്കുക. അവര് പോയ പിന്നെ കുടുംബത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പരിപാടി ഒന്ന് നിർത്തലാക്കി. അപ്പൊ ഞാനോ? അതല്ല, അപ്പൊ താനോ? എനിക്ക് ആക്ച്വലി അറേഞ്ച് മാരേജിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. എന്തായാലും കാണുവാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അവര് പറയുന്ന ഏതെങ്കിലും ഒരു കല്യാണം കഴിക്കേണ്ടി വരും. അതെങ്ങനെ ശരിയാവും? തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഏയ് ജെസി, നീ എന്തിനാ ഇത്ര വറീഡ് ആകുന്നേ? താനെന്തിനാ ഇത്ര ടെൻസ്ഡ് ആവുന്നേ? അതല്ല, ഞാനൊരു പൊതുവെ ഉള്ളൊരു കാര്യം പറഞ്ഞതാ. ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ അന്ന ഒറ്റയ്ക്കായിരിക്കും. ചെല്ല. ഒരു കൊട്ട് വെച്ച് തന്നുണ്ടല്ലോ, എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു ബോധമില്ല. ഇതൊന്നും അത്ര നല്ലതല്ല ജെസി. ജെസി, നീ എങ്ങോട്ടാ ഓടുന്നേ? അവള് വല്ല പാത്തേനും കണ്ട് പേടിച്ചിട്ടുണ്ടാവും. ഞാനിന്ന് എന്താണ് മകളെ പതിവില്ലാതെ നിലാവും നോക്കിയിരിക്കുന്നേ? എടാ, ഈ പൂർണ്ണചന്ദ്രന് ഇത്ര ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു? ഇനിയിപ്പോ ഭംഗിയൊക്കെ തോന്നിക്കും, സ്വാഭാവികം. ആ, നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഈ കോക്കാച്ചിയുടെ മോന്ത ഒരിക്കലും തെളിയില്ലേ? കോക്കാച്ചി നിന്റെ മറ്റോള്. ആ, നിന്നെ തന്നെയാണ് പറഞ്ഞ. ദൈവത്തെ ഓർത്ത് ഒരു നേരമെങ്കിലും അടിയിടാണ്ടിരിക്കാവോ? ഞങ്ങൾ അടിയിട്ടില്ലല്ലോ. തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞതാ. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. മറ്റന്നാളല്ലേ ക്ലാസ്സും ഓഫീസിലെ വർക്കൊക്കെ സ്റ്റാർട്ട് ആവുന്നേ. സോ നമുക്ക് ഒരു ചെറിയ ഷോയ്ക്ക് പോയാലോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, നാളെ. പോകാം. സമയം 10 മണി കഴിഞ്ഞു. പോയി കിടന്നുറങ്ങണ്ടേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്നാ ഞാനും. നിങ്ങൾ കിടന്നോ?
എന്നാ വാ സിദ്ധു, നമുക്ക് പോവാം. ഞാൻ കുറച്ച് ടയർഡാ. ടയർഡാവാൻ മാത്രം നീ എന്തോ ചെയ്ത്? എടാ നീ എപ്പോഴും ഉറങ്ങാൻ മുമ്പ് ഇതിനെ എന്നെ വിളിക്കണേ? ഞാൻ അത്രക്കാരനല്ല കേട്ടോ. പോടാ നാറി. എൻ്റെ മോള് പറ, എന്താ പറ്റി? അന്ന, പറയ്. ഐ തിങ്ക് ഐ എം ഇൻ ലവ്. ഹൂ? ജീവ. എടാ ജെസി, നിനക്കറിയാലോ നമ്മൾ ആരാ എന്താന്നൊക്കെ. മുമ്പത്തെ പോലെ നമ്മൾ ഒറ്റയ്ക്കായാലോ?